HP Tek എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ്. 12 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് 12 വോൾട്ട് ബാറ്ററി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. ഇത് 6000 മില്ലി ആംപിയർ അല്ലെങ്കിൽ 6 ആംപിയർ ലിഥിയം അയൺ ബാറ്ററിയാണ്. 3.7 വോൾട്ടാണ് വരുന്നത്. ഇതുപോലത്തെ 6 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത ആവശ്യം BMS ആണ്. ഇത് 3S BMS ആണ്. 3 3.7 വോൾട്ട് നമുക്ക് സീരീസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയൊരു BMS ആണിത്. നമ്മളെ ബാറ്ററി പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഓവർ ചാർജ് പ്രൊട്ടക്ഷനും ഒക്കെ ഇതിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് 3S BMS ആണ് ഇത്. ഓക്കെ, 60 ആംപിയർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ സോൾഡർ പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സോൾഡർ ഞാൻ ചൂടാക്കിയിട്ട് ഇതിൽ നമുക്ക് സോൾഡറിങ് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ഇതുപോലെ നമുക്ക് ഇതുപോലെ സോൾഡർ പിടിപ്പിക്കാം. ഇതുപോലെ നല്ല ഇതിൽ തന്നെ രീതിയിൽ തന്നെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ സോൾഡർ ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യാം. സോൾഡറിങ് ആണ് നല്ല തന്നെ ഹീറ്റാണ്. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്ന ലെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലെഡാണ്. ഓക്കെ, നമുക്ക് നമ്മൾ മാറ്റി വയ്ക്കാം. ബാറ്ററി മാറ്റി വെച്ചിട്ട് നമ്മൾ BMSൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. അതിൽ സെറ്റാകുന്നതിന് മുന്നേ നമുക്കത് ബാറ്ററി സീരീസായി കണക്ട് ചെയ്തിട്ട് അതിലൊരു പാരലാക്കി കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ട് നമുക്കത് തിരിച്ച് വെക്കുക. ഈ ഒരു വയർ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്ത ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു നെഗറ്റീവിൽ നിന്ന് ഈ ഒരു പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. നമ്മൾ ലെഡ് ഇവിടെ യൂസ് ചെയ്യുക. ഈ ഒരു നെഗറ്റീവിൽ നിന്ന് ഈ ഒരു പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ഇത് സീരീസ് കണക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് 12 വോൾട്ട് സംതിങ് ഇതിൻ്റെ വോൾട്ടേജ് ലഭിക്കും. ഇതിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ഒരു സെറ്റും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഒരു സെറ്റ് കൂടി ചെയ്തെടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് വെച്ചിട്ട് വെച്ച് ഇതുപോലത്തെ 10 വയർ നമ്മൾ ഇതുപോലെ സീരീസ് കണക്ഷൻ ചെയ്യുക. തിരിച്ചിട്ടിട്ട് ഈ ചെടി കട്ട് ചെയ്ത് മാറ്റുക.
കട്ട് ചെയ്ത് മാറ്റിയിട്ട് തിരിച്ചിട്ടിട്ട് ഈ പോസിറ്റീവ് വരുന്നിടത്ത് ഈ നെഗറ്റീവ് വരുന്നകത്ത് ഈ സൈഡ് പോസിറ്റീവ് വെച്ചിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്യാം. അത് ലെഡ് കുറച്ചുകൂടി വയ്ക്കുക. നെഗറ്റീവ് ഇട്ടോളൂ. അത് മറ്റേ ബാറ്ററീൻ്റെ പോസിറ്റീവ് കണ്ട് ചെയ്യുക. ഇത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് 12 വോൾട്ട് കിട്ടി. ഇപ്പോൾ 3.7 വോൾട്ട് ബാറ്ററി 3 നമ്മൾ സീരീസ് കണക്ഷൻ ചെയ്തത്. 3.7 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ 3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്. ഇപ്പം 12 വോൾട്ട് നമുക്ക് കിട്ടി. പോസിറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് നെഗറ്റീവിന് പോസിറ്റീവ് കണക്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് 3.7 വോൾട്ട് ബാറ്ററി 3 നമ്മൾ കണക്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് കിട്ടിയത് 12 വോൾട്ട് ബാറ്ററി നമുക്ക് ഇതിൽ കിട്ടി. ആംബിയർ 6000 മില്ലി ആംബിയർ. നമുക്കിതിൽ ആംബിയർ കിട്ടിയത് 6000 മില്ലി ആംബിയറും 12 വോൾട്ട് ബാറ്ററി നമുക്ക് ഇതിൽ കിട്ടി. അതുപോലെ 2 സെറ്റ് നമുക്ക് കിട്ടി. 12 വോൾട്ട് 6000 മില്ലി ആംബിയർ അല്ലെങ്കിൽ 6 ആംബിയർ, അതുപോലെ തന്നെ 12 വോൾട്ട് 6000 മില്ലി ആംബിയർ അല്ലെങ്കിൽ 6 ആംബിയർ. ഇനി നമുക്കിത് രണ്ടും കൂടി ഈ കണക്ഷൻ കൊടുത്തത് പാരലലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചിട്ട് ഈ പോസിറ്റീവ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നെഗറ്റീവ് കണക്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പം നെഗറ്റീവ് കണക്ട് ചെയ്ത് വേറെ നമ്മൾ കട്ട് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് പോസിറ്റീവ് വഴി കണക്ട് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് കണക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് 12 വോൾട്ട് 12 ആംബിയർ ബാറ്ററി നമുക്ക് ഇവിടെ കിട്ടി. 12 വോൾട്ടും 12 ആംബിയർ നമുക്ക് ഇതിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര വോൾട്ട് വരുന്നുണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്ത പോസിറ്റീവ് ഇവിടെയാണ്, അതുപോലെ തന്നെ നെഗറ്റീവ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഈ ലൈനിൽ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്ത നെഗറ്റീവ്, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡ് പാരലലായിട്ട് കണക്ട് ചെയ്ത പോസിറ്റീവ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് എത്ര വോൾട്ട്സ് ഉണ്ട്. മൾട്ടിമീറ്റർ ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നീക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കാം, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം.
11.59 വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. 11.59 12 വോൾട്ടിൻ്റെ അടുത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 3 3.7 വോൾട്ട് ബാറ്ററി സീരീസ് ആയിട്ട് കൊടുത്ത്, എന്നിട്ട് അത് 2 സെറ്റ് ഉണ്ടാക്കി, എന്നിട്ട് അത് പാരലായിട്ട് കൊടുത്ത് നമ്മൾ കുറച്ചുകൂടി ആംപിയർ കൂട്ടിയെടുത്ത്, അപ്പോൾ 6 വരും 12 ആംപിയർ നമുക്ക് 12 വോൾട്ട് 12 ആംപിയർ ബാറ്ററി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ BMS എങ്ങനെ കണക്ട് ചെയ്താൽ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ബാറ്ററി ഒന്ന് ചേർത്ത് ഇൻസുലേഷൻ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ BMSൻ്റെ 0 എന്ന് എഴുതിയ ഈ ഭാഗമാണ് നെഗറ്റീവ് കൊടുക്കേണ്ടത് ബാറ്ററീൻ്റെ. അപ്പോൾ ബാറ്ററിൻ്റെ നെഗറ്റീവ് ഭാഗം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത ബാറ്ററീൻ്റെ നെഗറ്റീവ് ഭാഗം ഈ ഒരു 0 വീലിൽ കണക്ട് ചെയ്യുക. നെഗറ്റീവ് സപ്ലൈ കണക്ട് ചെയ്ത് 0 വീല്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ രണ്ടും കൂടി ഷോർട്ടായി കണക്ട് ചെയ്യണം. രണ്ടും ഷോർട്ടായി കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ 4.2 വോൾട്ട് എന്ന ഏരിയ ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം അത് ഷോർട്ടാക്കിയിട്ട് കണക്ട് ചെയ്യാം. രണ്ടും ഷോർട്ടാക്കി കണക്ട് ചെയ്യാം. ഷോർട്ടായി കണക്ട് ചെയ്ത ഭാഗം നമ്മൾ ഇതിൻ്റെ 4.2 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വയറെടുത്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അപ്പോൾ അത് ഈ ഒരു 4.2 വോൾട്ടേജ് ഈ ഒരു ഭാഗത്ത് ഒരു കണക്ഷൻ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നെഗറ്റീവ് സപ്ലൈ ആണ്, ഈ ഒരു ഇടത് ഭാഗം വരുന്നത് നെഗറ്റീവ് ആണ് വരുന്നത്, ഇവിടെ വരുന്നത് പോസിറ്റീവ് ആണ് വരുന്നത്. ഈ ഇതിൽ ഇവിടെ 4. ഇത് രണ്ടും കൂടി ഈ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ 4.2 വോൾട്ടായിരിക്കും വരിക. ഇവിടെ ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഇത് ഭാഗം പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ 4.2 വോൾട്ട് നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യാണ്. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം നേരെ കയറിയിട്ട് വരുന്ന ഭാഗമാണ് ഈ ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ഭാഗം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ 8.4 വോൾട്ട് കൊടുക്കും. ഈ ഒരു ഭാഗം ഈ പോസിറ്റീവ് ഭാഗം പാരലായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു 8.4 വോൾട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പോയിന്റും 8.4 വോൾട്ടിൻ്റെ അടുത്ത് വരും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നത്. മനസ്സിലാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വയറെടുത്ത്
8.4 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഇതിലേക്ക് കണക്ട് ചെയ്ത് വയറിന് ചെറിയ നീളം കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ കാര്യമാക്കുന്നില്ല, അത് നമ്മൾ തിരിച്ചിങ്ങനെ കൊടുക്കുകയാണ്. തിരിച്ചു കൊടുത്തു. 8.4 വോൾട്ട് നൽകിയ ബാക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോൾ അത് സോൾവായി. 8.4 വോൾട്ട് നൽകിയ ബാക്ക് കണക്ട് ചെയ്തു. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ 12.4 വോൾട്ട് അല്ല 6 വോൾട്ട് നൽകിയ 12.6 വോൾട്ട് നൽകിയ ഭാഗത്ത് ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്യാമെന്നാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു പോസിറ്റീവ് ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ 12.6 വോൾട്ടിൻ്റെ ഭാഗമാണ് അവസാനത്തെ പോയിന്റ് വരിക. നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ ഇവിടെ പോസിറ്റീവും അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും വരിക. ഇവിടെ വോൾട്ടേജ് വരുന്നത് 12 വോൾട്ടിന് വെച്ച് നമുക്ക് ഇത് ഇവിടെയും നമുക്ക് വെച്ചാൽ മൾട്ടിമീറ്ററിൽ റീഡിങ് കാണിക്കും. അപ്പം അത് തിരിഞ്ഞ പോയിന്റിൽ കൊടുക്കുന്നത് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ PMS കേട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയത് നമ്മൾ ഇത് ചാർജ് ചെയ്യുന്ന ഭാഗമാണ്. ഈ രണ്ട് ചാർജിങ് എഴുതി പോസിറ്റീവ് നെഗറ്റീവ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തുനിന്നുള്ള ബാറ്ററി എടുക്കുന്ന ഭാഗമാണ്, ഡിസ്ചാർജ് ഭാഗമാണ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ഈ എഴുതിയ ഈ ഭാഗം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തേക്കാം. വോൾട്ട് റേറ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു ഡിസ്ചാർജ് ലൈനിൽ. അതുപോലെ തന്നെ ചാർജ് ലൈനിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. ചാർജ് ലൈനിൽ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ഈ 4.2 വോൾട്ട് അതുപോലെ തന്നെ 8.4 വോൾട്ട് 12.6 വോൾട്ട് എന്ന തരത്തിൽ നമുക്ക് പിന്നെ മൾട്ടിമീറ്റർ വെച്ച് വീഡിയോ നോക്കാം. അപ്പോൾ 4.2 വോൾട്ട് വരുന്നതിൽ 3.86 വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ചാർജ് കുറവാണ് ഇതിൽ, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ 8.4 വോൾട്ടിൽ 7.72 ഉണ്ട്. അതുപോലെ തന്നെ 12.6 വോൾട്ടിൽ 12 വോൾട്ട് വെച്ചുണ്ട്. 11.59. ഓക്കെ, പുറത്ത് നിന്ന് ഒരു പവർ സപ്ലൈ വെച്ചിട്ട് ചാർജ് ചെയ്ത് നോക്കാം. നമുക്ക് മൾട്ടിമീറ്റർ റീഡിങ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ചാർജ് കയറുന്നുണ്ടോ നോക്കാം. ഇപ്പം നമ്മൾ ഡിസ്ചാർജ് ലൈനിൽ നമ്മൾ കണക്ട് ചെയ്ത് റീഡിങ് കാണിക്കുന്നത് 11.74 അത് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. 11.74 11.74 75 75
26 ഓക്കെ. ചാർജ് കയറുന്നുണ്ട്, നല്ല ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ, നമ്മളിത് ഒന്ന് ഈ ഒരു ലൈനിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചാർജിങ് ലൈനിൽ തന്നെ നമുക്ക് ഈ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ടിൽ ചാർജിങ് ലൈനിൻ്റെ വോൾട്ടേജ് വരുന്നത് 1178. ചാർജിങ് ലൈനിൽ 1178. അയ്യൊരു ഇതിൽ വരുന്നത് ഡിസ്ചാർജ് ലൈനിൽ വരുന്നത് 1177. അല്ലേ? ഇപ്പോൾ ചാർജ് ലൈനിൽ 1179, ഡിസ്ചാർജ് ലൈനിൽ 1177. ചെറിയ രീതിയിൽ മാറ്റമുണ്ട്. ഓക്കെ, പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു ലിഥിയം ബാറ്ററി നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി 12 വോൾട്ട് 12 ആംപിയറാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതതിൻ്റെ ഡയഗ്രാമാണ്. 3.7 വോൾട്ട് സീരീസ് കണക്ട് ചെയ്ത്, അത് 2 സീരീസ് കണക്ട് ചെയ്ത്, അത് പാരലൽ ചെയ്ത് 2 ഭാഗം ഷോർട്ടാക്കി പാരലൽ ചെയ്ത്. അതുപോലെ തന്നെ ഇത് നമ്മൾ BMS ബോർഡാണ്. അപ്പോൾ അത് ഇവിടെ ഇൻപുട്ട്, ഇവിടെ ഔട്ട്പുട്ട് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ചാർജ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ്, അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് 0V എഴുതിയ ഭാഗത്ത് ബാറ്ററീൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്ത് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് അടുത്ത വരുന്ന ഈ പോസിറ്റീവ് വരുന്ന ഈ ഭാഗം രണ്ടുകൂടി ഷോർട്ടാക്കിയിട്ട് അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ 4.2 വോൾട്ട് കൊടുക്കുക, അത് എഴുതിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തത് 8.4 വോൾട്ട് എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് ഷോർട്ടാക്കിയിട്ട് അത് അവിടെ കൊടുക്കുക. പിന്നെ അടുത്തത് വരുന്നത് 12.6 വോൾട്ട്. ഈ ഒരു ഭാഗം നമ്മൾ ഈ അവസാനത്തെ ഈ ഒരു പോസിറ്റീവ് ഭാഗത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡയഗ്രം ഏകദേശം പൂർത്തിയായി. അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 12.6 വോൾട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 12.8 വോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പവർ ബാങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഇത് 12 വോൾട്ട് ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഒരു ബക്ക് കൺവേർട്ടർ വെച്ചിട്ട് 5 വോൾട്ടിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാം. 5 വോൾട്ടിലേക്ക് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം. ഇപ്പോൾ 12 വോൾട്ട് ടു 5 വോൾട്ടിൻ്റെ ഒരു മൊഡ്യൂൾ വാങ്ങിയാൽ ഇതിൽ സെറ്റ് ചെയ്താൽ നല്ലൊരു പവർ ബാങ്ക് ആയി. അത്യാവശ്യം ആംബിയർ ഉള്ളത് വാങ്ങിയാൽ നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് കയറി കിട്ടും ചാർജ് മൊബൈലിൽ. അപ്പോൾ ഇത് നമ്മൾ 12 വോൾട്ട് പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കുറേ നമുക്ക് സൈക്കിൾ കൂടുതൽ ചാർജ് ചെയ്യാൻ സാധിക്കും. കാരണം അത് എല്ലാം കൺട്രോൾ ചെയ്യുന്നു, വോൾട്ടേജും ഒക്കെ എല്ലാ സെല്ലിലേക്കും അതിനാവശ്യമായ വോൾട്ടേജ് എത്തിക്കുന്നു. അപ്പോൾ അധികം ഫുൾ ചാർജ് ആയാലും ഇത് പ്രൊട്ടക്ഷനിൽ ഈ ഒരു വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് ബൈക്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്തത്. ഇത് 60 ആംപിയർ എന്നൊക്കെ ഇതിനോട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ശരിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം ഇത് ഡിസ്ചാർജ് ലൈനിൽ ഒരു ഷോർട്ട് വന്നാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഓഫാവും. കാരണം പിന്നെ ഇവിടുന്ന് ഒരു ഇൻപുട്ട് വോൾട്ടേജ് വന്നാൽ ഇത് ഓട്ടോമാറ്റിക്കായി ഓൺ ആകും. അപ്പോൾ ഈ ഒരു മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈക്കിൽ ബാറ്ററി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ലൈനിൽ, അപ്പോൾ നമ്മളൊരു ഇത് കൊടുത്തെന്ന് വിചാരിക്കുക, എന്ത് ബാറ്ററി നമ്മൾ സെൽഫ് മോട്ടറിലേക്ക് ഇത് കണക്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അന്നേരം അത് ഏകദേശം ഷോർട്ട് മോഡലാണ് ഇത് സെൻസ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾ സെൽഫ് അടിക്കുമ്പോഴേക്ക് ഇതിൻ്റെ അകത്തുള്ള ഷോർട്ട് കാണിക്കുകയും, കാരണം അതിൻ്റെ സെൽഫ് മോട്ടർ ലേശം ഹെവി ആയതുകൊണ്ട് തന്നെ ഷോർട്ട് കാണിക്കുകയും ഇത് ഓട്ടോമാറ്റിക്കായി ഓഫാകുകയും ചെയ്യും.
അതാണ്. അപ്പോൾ ഇത് നമുക്കതിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരിട്ടിട്ട് ഈ ബോർഡ് ഒഴിച്ച് നേരിട്ട് നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി ചൂടാവും, നല്ല ഹീറ്റാവും ബാറ്ററി. ഇതിനകത്ത് നിന്ന് ഈ സ്മോക്ക് വരും പുറത്തേക്ക്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ റിസൾട്ട് കിട്ടിയത്. 60 ആമ്പിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഇത് ബാറ്ററി ഈ മോട്ടറിനൊക്കെ വർക്ക് ചെയ്യിക്കുക, ഒരു വലിയ ഹെവി അല്ലാത്ത മോട്ടറിനൊക്കെ വർക്ക് ചെയ്യിക്കുക. അപ്പോൾ സെൽഫ് മോട്ടർ ഞാൻ നോക്കിയിട്ട് ഇതൊരു ചാൻസും ഇല്ല, ഈ ഒരു ബാറ്ററി എടുക്കുന്നില്ല, ഓട്ടോമാറ്റിക്കായി ഓഫായി പോകും. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള ചട്ട വെക്കണം. കാരണം ഈ ഒരു ബാറ്ററിയും ഈ ബോർഡ് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെക്കണം. അതുപോലെ തന്നെ ഈ ബാറ്ററി നല്ലോണം തന്നെ ഇൻസുലേറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് നല്ല ഇതിലാക്കണം. ഞാനിതിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ തോന്നിയത് ഈ ഒരു നമ്മൾ 2 സെറ്റായിട്ട് കൊടുത്തല്ലോ, അത് 3.7 വോൾട്ട് 6000 ആമ്പിയർ 2 പാരലൽ ചെയ്ത് നമ്മൾ 12 ആമ്പിയർ ആക്കി. 3.7 12 വോൾട്ട് 12 ആമ്പിയറിൽ നമ്മൾ ഒരു ബാറ്ററി സെറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് സെൽഫ് മോട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.